ജീവിതത്തെക്കുറിച്ച് കാര്യമായി മനസ്സിലാക്കാൻ പ്രായമാവുന്നതിന് മുമ്പ് സിനിമ ജീവിതമാകുന്ന നായികമാർ നമുക്ക് പലരും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 18 വയസ്സിൽ തുടങ്ങി ജീവിതം സിനിമ മാത്രമായി മാറിയ നായകന്മാർ നമുക്ക് അപൂർവമാണ്. ആരെയും അംഗീകരിക്കുന്നതിന് ഏറെ സമയമെടുക്കുന്ന മലയാളികൾക്ക് മുമ്പിൽ പുതിയ തലമുറയുടെ ധീരനായ പ്രതിനിധിയായി മാറിയ അത്തരമൊരു നായകനാണ് ഇന്ന് നേരെ ചൊവ്വയിൽ ശ്രീ പൃഥ്വിരാജ്. താങ്കളെ എല്ലാ കാര്യവും നേരെ ചൊവ്വേ പറയുന്ന ഒരു രീതിക്കാരനാണ്. ഇത്രയും കാലത്തെ അനുഭവം കൊണ്ട് അതിന് മാറ്റം വന്നിട്ടില്ല എന്ന വിചാരത്തിലാണ് ഞാൻ ചിലതൊക്കെ ചോദിക്കുന്നത്. മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല, മാറ്റം വന്നിട്ടില്ല. കേരളത്തിലെ ഒരു തലമുറയുടെ ആരാധനാപാത്രമാണ് താങ്കൾ. മറ്റൊരാൾ എടുത്തു പറയാവുന്നത് ശ്രീശാന്താണ്, ക്രിക്കറ്റ് താരം ശ്രീശാന്ത്. അപ്പോൾ യുവതലമുറയുടെ ആരാധനാപാത്രമായി നിൽക്കുമ്പോഴും പൊതുസമൂഹം നിങ്ങളെ അല്പം ഒരു അകൽച്ചയിലാണ് കാണുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നിലേക്ക് ഒരു അകൽച്ച ഇന്നും പ്രേക്ഷകനുണ്ടോ എന്ന് ചോദിച്ചാൽ ആ അകൽച്ചയാണ് എന്റെ പരീക്ഷണം. എന്നോട് ചോദിക്കുകയാണെങ്കിൽ എന്റെ ഓരോ സിനിമകൾ കഴിയുമ്പോഴും ആ അകൽച്ച കുറഞ്ഞു വരികയാണ്. ഇന്ന് എന്റെ സിനിമകൾ തിയേറ്ററിൽ എത്തുമ്പോൾ ആദ്യത്തെ ദിവസം ഉണ്ടാവുന്ന ഒരു ആഘോഷം, മെയിൻ സെന്റേഴ്സിൽ ഉണ്ടാവുന്ന ഒരു മാധ്യമങ്ങളൊക്കെ എടുത്ത് പറയുന്ന ഒരു ഇനിഷ്യൽ എന്നൊക്കെ പറയുന്ന കാര്യം, അതിന്റെ സൂചനയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സമൂഹം, മലയാളി സമൂഹം മാറ്റത്തിനെ എപ്പോഴും കുറച്ച് ഭീതിയോടെ കാണുന്ന ഒരു സമൂഹമാണ്. അതൊരു പുതിയ എക്സ്പ്രസ് വേ ആണെങ്കിലും, ഒരു പുതിയ മന്ത്രിയാണെങ്കിലും, ഒരു പുതിയ നടനാണെങ്കിലും. അപ്പോൾ കേരളത്തിൽ നിന്ന് ഏറ്റവും പ്രശസ്തരായ 2 ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ ഒന്ന് രാജു, അതുപോലെ ശ്രീശാന്ത് എന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാവുന്നതാണ്. നമ്മുടെ 2 യുവാക്കൾ എന്ന പേരിൽ അഭിമാനം കൊള്ളുന്നതിന് പകരം കുറച്ചൊരു അകലം അവർക്ക് ഉള്ളതുപോലെ തോന്നാൻ അതിനെന്തായിരിക്കും കാരണം താങ്കളുടെ വിശകലനത്തിൽ? അങ്ങനെ ഒന്നടങ്കം പറയാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു അകൽച്ച അങ്ങനെ ഒരു പൊതുസമൂഹത്തിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ശ്രീശാന്തിനെ പറ്റി സംസാരിക്കാൻ എനിക്ക് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. എന്റെ വ്യക്തിപരമായ കാര്യം പറയുകയാണെങ്കിൽ ഞാനൊക്കെ ആദ്യം കടന്നു വന്നപ്പോൾ ഞാനൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങൾ ഇവൻ ഇത്രത്തോളം ആയോ എന്നൊക്കെയാണ്. അതായത് അതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഭീതി തന്നെ ആയിരിക്കും അതിന്റെ കാരണം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിന് കഴിവുമായി അത്രയ്ക്ക് ബന്ധമൊന്നുമില്ല. കഴിവിനെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ പൊതുസമൂഹം ശരി എന്ന് വിശ്വസിക്കുന്ന ചില പെരുമാറ്റ രീതികളുണ്ട്. അതിനോട് പൂർണ്ണമായും സമരസപ്പെട്ടു വരുന്നില്ല എന്നതുകൊണ്ടാണ് എന്ന് തോന്നിയിട്ടുണ്ട്. ശരിയാണോ? ശരിയാണ്. എന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ശരിയാണ്. കാരണം ഈ പൊതുസമൂഹം വിശ്വസിക്കുന്ന ശരിയായ പെരുമാറ്റ രീതികളിൽ നമ്മൾ സൂക്ഷ്മമായി നോക്കിയാൽ അതിലൊരു ഹിപ്പോക്രസി ഉണ്ട്. കാരണം ഞാനൊരിടത്തും ബഹുമാനം നൽകേണ്ടിടത്ത് ബഹുമാനം നൽകാതിരുന്നിട്ടില്ല. പക്ഷേ ആവശ്യത്തിലേറെ ബഹുമാനവും ഞാൻ എവിടെയും നൽകിയിട്ടില്ല. ഞാൻ എന്റെ ഐഡന്റിറ്റി സൂക്ഷിച്ചൊരു വ്യക്തിയാണ്. പൃഥ്വിരാജ് സിനിമാ നടനായതിൽ പിന്നെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുകയോ ഇങ്ങനെ ബോഡി ലാംഗ്വേജ് കൈവരിക്കുകയോ അല്ലെങ്കിൽ കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുകയോ ചെയ്തൊരാളല്ല. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും വളരെ ചെറുപ്പത്തിലും എന്റെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ഇതൊക്കെ തന്നെയാണ്. ഒരു സിനിമാ നടനായപ്പോൾ എന്നോട് പലരും പറഞ്ഞു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്റെ ഗുരുനാഥനായ രഞ്ജിത്തേട്ടൻ പോലും പറഞ്ഞു, നീ ഇനിയും ഇന്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ കുറച്ച് മയത്തിൽ സംസാരിക്കണം, കാര്യങ്ങൾ കുറച്ച് അറിയില്ല എന്ന ഭാവത്തിൽ നീ സംസാരിക്കണം. ഞാൻ ശ്രമിച്ചു, പക്ഷെ എന്നെ കൊണ്ട് പറ്റിയില്ല. അതിന്റെയൊക്കെ പേരിൽ തന്റെ അടി, അഹങ്കാരി എന്നൊക്കെയുള്ള ചില പദവികൾ പതിച്ചു കിട്ടുകയും ചെയ്തു. അതൊരു വലിയ തമാശയാണ്. കാരണം ഞാൻ ആദ്യം സിനിമയിലെത്തി ആരോടും ഞാൻ ഒരുപാട് അങ്ങനെ ഒരു വലിയ സോഷ്യൽ സർക്കിൾ ഒന്നും ഇല്ലാത്ത വ്യക്തിയാണ്. അപ്പൊ ആദ്യം സിനിമയിലെത്തിയപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു ഇൻട്രോവേർട്ടാണ്, അന്തർമുഖനാണെന്ന് പറഞ്ഞു. പിന്നീട് ഈ അന്തർമുഖത്വം അഹങ്കാരമായി. ഇപ്പൊ അതേ അഹങ്കാരമാണ് ചങ്കൂറ്റമായിരിക്കുന്നത്. അപ്പൊ താങ്കളുടെ നിരീക്ഷണത്തിൽ ഈ കേരള സമൂഹം ഇപ്പോഴും കഴിവിനേക്കാൾ കൂടുതൽ പ്രവൃത്തി പരിചയത്തിനാണ് അല്ലെങ്കിൽ പരിചയ സമ്പന്നതയ്ക്കാണ് ഊന്നൽ കൊടുക്കുന്നത് എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ മാത്രമാണ് ഇന്ന് 21ാം നൂറ്റാണ്ടിലും എക്സ്പീരിയൻസ് ഇസ് റേറ്റഡ് ഹയർ ദാൻ എഫിഷ്യൻസി. അത് വേറെ എവിടെയും കാണാത്തൊരു പ്രവണതയാണ്. അത് രാഷ്ട്രീയത്തിലാണെങ്കിലും മറ്റ് ബ്യൂറോക്രാറ്റിക് സ്പിയേഴ്സിലാണെങ്കിലും ഈവൻ പ്രൊഫഷണൽ കാര്യങ്ങളിലാണെങ്കിൽ എനിക്ക് അത് കുറച്ച് ഭേദം പിന്നെയും സിനിമയിലാണ്. പുതിയ ഒരു എഡിറ്റർ വന്നാൽ, ഒരു പുതിയ തരത്തിൽ സിനിമകൾ എഡിറ്റ് ചെയ്യുന്നൊരു ആൾക്കാർ വന്നാൽ ആദ്യം ഈ സോ കോൾഡ് ആൾക്കാരെല്ലാം കുറ്റങ്ങളാണ് പറയുന്നത്. ഒരു പുതിയ സിനിമാറ്റോഗ്രാഫർ വന്നാൽ അയാള് എന്തൊക്കെ തെറ്റ് ചെയ്യുന്നു എന്നാണ് ആദ്യം ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു പുതിയ നടൻ വന്നാൽ അയാളുടെ അഭിനയത്തെ പറ്റി പ്രത്യേകിച്ച് കുറ്റങ്ങൾ പറയാനില്ലെങ്കിൽ അയാളുടെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് കുഴപ്പങ്ങൾ എന്നാണ് ആദ്യം ചൂണ്ടിക്കാണിക്കുന്നത്. താങ്കളുടെ അച്ഛൻ അങ്ങനെ ഒരുപാട് സംസാരിക്കുന്ന ഒരാളായിരുന്നില്ല. എങ്കിലും അദ്ദേഹം സ്വന്തം ടേംസിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. പക്ഷെ താങ്കൾ കുറച്ചും കൂടെ സംസാരിക്കുന്ന ആളാണ്. താങ്കളുടെ ടേംസിൽ തന്നെയാണോ കാര്യങ്ങളൊക്കെ നടത്തുന്നത്? എന്റെ വിശ്വാസം ഞാൻ എന്റെ ടേംസിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം നടത്തുന്നതാണ്. പ്രത്യേകിച്ച് എന്റെ പ്രൊഫഷണൽ കാര്യങ്ങൾ ഞാൻ എന്റെ ടേംസിൽ മാത്രമേ നടത്താറുള്ളൂ. അതുകൊണ്ട് തന്നെ എന്റെ വിജയങ്ങൾക്കും പരാജയങ്ങൾക്കും 100% ഉത്തരവാദിത്വം എന്റെ തന്നെയാണ്. അച്ഛന് സിനിമയിൽ നിന്നുണ്ടായ തിക്ത അനുഭവങ്ങൾ മനസ്സിലുള്ള അമ്മ പൃഥ്വിരാജിന്റെ കാര്യത്തിൽ ഒരു കൂടുതൽ ഔത്സുക്യം കാണിച്ചു എന്നൊരു പരാതിയുണ്ടോ?
ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ സിനിമാ ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ഞാൻ അടുത്ത ചെയ്യുന്ന സിനിമ ഏതാണെന്നറിയോ എന്ന് പോലും എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ എവിടെയോ ഇതിന്റെ ഒരു എനിക്ക് തോന്നുന്നു അത് എപ്പോഴും എന്നെ അമ്മയോടൊപ്പം കാണുന്നു, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇതുപോലുള്ള മാധ്യമങ്ങളിൽ ഞാൻ അമ്മയെപ്പറ്റി സംസാരിക്കുന്നു. അതുകൊണ്ടായിരിക്കും എവിടെയോ തെറ്റിദ്ധരിക്കപ്പെട്ടു എൻ്റെ പ്രൊഫഷണൽ ജീവിതം ഡിസൈൻ ചെയ്യുന്നത് അമ്മ നിയന്ത്രിക്കുന്നു അമ്മയാണ് എന്നുള്ളത് എവിടെയോ അത് എങ്ങനെയോ തെറ്റിദ്ധരിക്കപ്പെട്ടു. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം എൻ്റെ അമ്മയ്ക്ക് എൻ്റെ സിനിമാ ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എൻ്റെ അമ്മ സത്യം പറഞ്ഞാൽ ഞാൻ അടുത്ത ചെയ്യുന്ന സിനിമ ഏതാണെന്ന് പോലും അമ്മയ്ക്ക് അറിയില്ല. അതിനപ്പുറം ഒരു നിയന്ത്രണം താങ്കളുടെ ജീവിതത്തിൽ അമ്മ ചെലുത്തുന്നുണ്ടോ? ഇല്ല, ഒട്ടും അമ്മ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യത്തിലും നിയന്ത്രണം ചെലുത്താത്ത ഒരു അമ്മയാണ്. അതെനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് അമ്മയുടെ മക്കളിലുള്ള ഒരു കോൺഫിഡൻസ് ആയിരിക്കും. കാരണം അത് പറയാൻ കാര്യം ഇപ്പോഴല്ല, വളരെ ചെറുപ്രായത്തിൽ തന്നെ നമുക്കെല്ലാം നമ്മുടേതായ റെസ്പോൺസിബിലിറ്റീസ് എന്ന് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണമെന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചൊരു അമ്മയാണ് ശ്രീമതി മല്ലിക സുകുമാരൻ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊക്കെ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ കാര്യങ്ങൾ ഞാൻ സ്വന്തമായിട്ട് നോക്കണം, അല്ലാതെ എന്ത് കാര്യത്തിനും അമ്മയെ ആശ്രയിക്കരുത് എന്നൊക്കെ എന്നെ പറഞ്ഞു പഠിപ്പിക്കുകയും അത് വീട്ടിൽ പ്രാവർത്തികമാക്കുകയും ചെയ്ത ഒരു സ്ത്രീയാണ് ശ്രീമതി.